ഹലോ എവരിവൺ, വെൽക്കം ടു ടോക്സ് ആണ്. നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫുട്ബോൾ വേൾഡ് കപ്പ് ഒക്കെ നടക്കുവാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ അതായത് വുമൻസ് ടീമിൻ്റെയും അതുപോലെ മെൻസ് ടീമിൻ്റെയും സീരീസ്, ഒന്നൊരു സീരീസും അതുപോലെ ഒരു ടൂർണമെൻറ്റും നടന്നുകൊണ്ടിരിക്കുകയുണ്ടായി. അപ്പോൾ വുമൻസ് ടീമിൻ്റെ T20 വേൾഡ് കപ്പ് ആയിരുന്നു. അപ്പോൾ T20 വേൾഡ് കപ്പിൽ വളരെ ഒരു മോശം ദിവസം എന്ന് തന്നെ പറയാം. ഇന്ത്യ സെമി കാണാതെ പുറത്ത് ഓസ്ട്രേലിയയുടെ കൂടെ 170 റൺസായിരുന്നു ഇന്ത്യ ടാർഗറ്റ് വെച്ചത്. അപ്പോൾ ഓസ്ട്രേലിയ 19ാമത്തെ ഓവറിൽ വളരെ ഈസി ആയിട്ട് ആ ഒരു സ്കോർ മറികടന്നു. ഒരു ഘട്ടത്തിൽ ഇന്ത്യ ജയിക്കും എന്നൊരു സംഭവമൊക്കെ വന്നിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ എലീസ് പെറി ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഈസിലി ടീമിനെ വിജയത്തിലോട്ട് എത്തിച്ചു. നമ്മുടെ ഒരു ഇന്ത്യൻ ബാറ്റിംഗ് ടീമിൻ്റെ അപ്പോൾ ജമീമ ആയാലും അതുപോലെ തന്നെ സ്മൃതി മന്ദാന, ഇവരൊന്നും ഒരു T20 ലെവലിലോട്ട് കളിക്കാത്തതുകൊണ്ട് തന്നെ വലിയൊരു സ്കോറിലോട്ട് പോകാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ എന്തായാലും ഇന്ത്യൻ വുമൻസ് ടീമിൻ്റെ കളി സെമിയാണ് നമ്മൾ T20 പുറത്തായി. അതുപോലെ ഇന്ത്യൻ മെൻസ് ടീം അയർലാൻഡിലോട്ട് ഒരു ടൂർ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ടൂർ എന്ന് പറഞ്ഞാൽ അയർലാൻഡിലോട്ട് ടൂർ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻസിയിൽ സൂര്യകുമാർ യാദവിനെ മാറ്റി ശ്രേയസ് അയ്യരെ ക്യാപ്റ്റനായി കൊണ്ടുവന്ന് അവിടെ ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള പട്ടിദാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പട്ടിദാറിനെ ഉടനടി ടീമിലോട്ട് കൊടുത്ത് ക്യാപ്റ്റനാക്കാനായിട്ട് പറ്റില്ല. പക്ഷെ ക്യാപ്റ്റനായിട്ടല്ല, ജസ്റ്റ് പ്ലെയർ ആയിട്ട് പോലും പരിഗണിച്ചില്ല. പക്ഷെ അതൊക്കെ കഴിഞ്ഞു. ശ്രേയസ് അയ്യരെ ക്യാപ്റ്റനാക്കി കൊണ്ടുവന്നു. ഓക്കെ, നല്ല കാര്യം. പുതിയൊരു ക്യാപ്റ്റൻ വരുന്നു. ഇന്ത്യ ഇതാദ്യമായിട്ട് അയർലാൻഡിലോട്ട് സീരീസ് കളിക്കാൻ പോകുന്നു. അയർലാൻഡിലൊക്കെ നമ്മൾ എത്ര തവണ പോയിട്ടുണ്ടോ അത്രയും തവണ നമ്മൾ അവിടുന്ന് സീരീസും തൂക്കിയിട്ട് ക്ലീൻ വൈറ്റ് വാഷ് ഒക്കെ അടിച്ചിട്ടാണ് വരാറ്. പക്ഷെ ഇത്തവണ അത് സാധിച്ചില്ല. അയർലാൻഡിനോട് 2-0 തോറ്റ് ഇന്ത്യൻ മെൻ സീനിയർ ടീം അയർലാൻഡിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു സീരീസ് തോറ്റിരിക്കുന്നു. ഒരു മാച്ച് തോൽക്കുന്ന പോലും വലിയ നാണക്കേടായിട്ട് കണ്ടിരുന്ന ഇന്ത്യൻ ടീം ഇതാ ഒരു സീരീസ് തോറ്റ്. ലോക ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീം അയർലാൻഡിൽ ഒരു T20 സീരീസ് തോറ്റ് നാണം കെട്ട് മടങ്ങി വരാനാണ് പോകുന്നത്. പക്ഷെ എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഈ സീരീസ് തോൽവിയൊന്നും വലിയൊരു നാണക്കേടല്ല. കാരണം നിലവിൽ T20 ക്രിക്കറ്റാണ്. T20 ക്രിക്കറ്റിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ T20 വേൾഡ് കപ്പിൽ ഇറ്റലിയെ കണ്ടു. ഇറ്റലി എന്ന് പറയുന്ന ടീം ആദ്യമായിട്ട് T20 വേൾഡ് കളിക്കാൻ വന്നു. അവർ വളരെ ബ്രില്യൻ്റ് ആയിട്ട് കളിച്ചിട്ട് പോയി. അപ്പോൾ ഇറ്റലി എന്ന് പറയുന്ന ടീം ആയാലും ഇപ്പോൾ അതുപോലെ ഒരുപാട് പുതിയ ടീം, ഇപ്പോൾ സ്കോട്ട്ലാൻഡ് ആയാലും ഈ പറയുന്ന USA, അങ്ങനെ ഒരുപാട് ടീമുകൾ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് T20 മാച്ചസിൽ കളിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ അയർലാൻഡ് ഇന്ത്യയെ തോൽപ്പിക്കുന്നു. ഇപ്പൊ ഭാവിയിൽ ഇറ്റലി ഇന്ത്യയെ തോൽപ്പിച്ചേക്കാം, സ്കോട്ട്ലാൻഡ് ഇന്ത്യയെ തോൽപ്പിച്ചേക്കാം, നെതർലാൻഡ് ഇന്ത്യയെ തോൽപ്പിച്ചേക്കാം. അപ്പൊ അതിലൊന്നും വലിയ അത്ഭുതമില്ല. കാരണം T20 ക്രിക്കറ്റ് എന്ന് പറയുന്ന ആർക്കും വലിയൊരു മേൽക്കൈ ഒന്നും എവിടെയില്ല. അത് ഒരു 1-2 ഓവർ കൊണ്ട് കളി മൊത്തത്തിൽ തിരിയാൻ സാധിക്കുന്ന വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഗെയിമായിട്ട് നിലവിൽ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ T20 ഇന്ത്യ ഒരു മാച്ച് തോൽക്കുമ്പോഴേക്കും ഇങ്ങനെ കിടന്ന് വാവിട്ട് കരയാൻ മാത്രമൊന്നുമില്ല. ഈ സീരീസിന് ഇത്രയും ഹൈപ്പ് കിട്ടാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് വൈഭവ് സൂര്യവംശി ഡെബ്യൂട്ട് ചെയ്യുന്ന സീരീസ് എന്ന രീതിയിലായിരുന്നു. അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ അയർലാൻഡ് സീരീസ് എന്ന് പറയുമ്പോൾ നോർമലി അതിന് വലിയ ഹൈപ്പ് ഒന്നും കിട്ടാറില്ല. ഇപ്പോൾ ഉദാഹരണം ബുംറ കളിക്കുന്നില്ല, അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ കളിക്കുന്നില്ല. സ്റ്റിൽ സഞ്ജു സാംസൺ ടീമിലുണ്ടെങ്കിൽ പോലും വലിയൊരു ഹൈപ്പ് ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ വൈഭവ് സൂര്യവംശി ഡെബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത്, സീനിയർ ടീം ഡെബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു ഹൈപ്പ് ഉണ്ടാക്കാനായിട്ട് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾ വൈഭവിന്റെ കളി കാണാനായിട്ട് ആളുകൾ ഈ സീരീസിൽ ശ്രദ്ധ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻസി ഡെബ്യൂട്ട് ആയിരുന്നു. അയർലാൻഡിനെ സംബന്ധിച്ച് അയർലാൻഡിന്റെ കുറച്ച് പ്രമുഖ കളിക്കാരില്ലാതെയാണ് അവർ ഈ സീരീസിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആദ്യ മത്സരത്തിൽ അവർക്ക് അതിന്റെ റിസൾട്ട് പക്ഷെ കിട്ടുകയും ചെയ്തു. അവര് സിമ്പിളായിട്ട് ആദ്യത്തെ മത്സരം ജയിക്കാനുണ്ടായത്. അപ്പൊ ഇന്ത്യക്ക് ഒരു ഷോക്കായിരുന്നു ഫസ്റ്റ് മത്സരം തോറ്റു എന്ന് പറയുന്നത്. കാരണം ഇന്ത്യ പൊതുവെ നമ്മുടെ ഇന്ത്യൻ സപ്പോർട്ടിനല്ലേ, പ്രത്യേകിച്ച് ഇന്ത്യയിലാണ് കുറെ നാളായിട്ട് ഇന്ത്യ T20 എസ്പെഷ്യലി T20 കളിക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഇവിടുത്തെ ഓഡിയൻസിനെ കുറച്ചുകൂടി കുറച്ചുകൂടി എന്റർടൈനിങ് ആകാനായിട്ട് വളരെ നല്ല രീതിയിൽ ബാറ്റിംഗ് ഫ്രണ്ട്ലി വിക്കറ്റ്സ് ഇവർ ഉണ്ടാക്കിയിടുമ്പോൾ ഇവിടുത്തെ ബാറ്റിംഗ് ഫ്രണ്ട്ലി ട്രാക്കുകളിൽ ഇന്ത്യക്ക് മുകളിൽ നിൽക്കാനായിട്ട് ഒരു ടീമും ഇല്ല. ഓപ്പോസിറ്റ് ടീം 250, 60, 270 അടിച്ചാൽ പോലെ ചേസ് ചെയ്തെടുക്കാനുള്ള ഇന്ത്യൻ ടീം നിലവിൽ ഇന്ത്യക്കുണ്ട്. ഓപ്പണിംഗിൽ സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മയും മുതൽ ഹർഷിത് റാണ വരെ കേൾക്കുന്ന വൻ ബാറ്റിംഗ് ലൈനപ്പ് ഇന്ത്യക്കുണ്ട്. പക്ഷെ അല്ലാത്തൊരു സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് പേസിന് അഡ്വാൻറ്റേജ് ഉള്ള കുറച്ച് ഗ്രാസ് ഉള്ള കുറച്ച് പിച്ചിലോ അല്ലെങ്കിൽ കുറച്ച് റാങ്ക് ടേണർ പിച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഇന്ത്യൻ ടീമിനെ തോൽപ്പിക്കാനായിട്ട് നിലവിൽ ലോകത്തിലെ ഏതൊരു T20 ക്രിക്കറ്റ് ടീമിന് സാധിക്കും. അത് ഇന്ത്യ അങ്ങനെ തോൽപ്പിക്കാൻ പറ്റാത്തൊരു ടീമൊന്നുമല്ല. അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് അയർലാൻഡിനെതിരെ അയർലാൻഡിൽ വെച്ചിട്ട് ഇന്ത്യ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടത്. ആദ്യത്തെ മത്സരം ഇന്ത്യ തോറ്റു, അത് ഇന്ത്യക്ക് ഒരു ഷോക്കായിരുന്നു. തീർച്ചയായിട്ടും രണ്ടാമത്തെ മത്സരം തിരിച്ചു വരേണ്ടതുണ്ട്. അപ്പൊ ഗംഭീറിന്റെ പ്രിയപുത്രന്മാരായിട്ടുള്ള വാഷിംഗ്ടൺ സുന്ദർ ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ പ്രസിദ്ധ് കൃഷ്ണ ഉണ്ടായിരുന്നില്ല. അപ്പൊ രണ്ടുപേരും വളരെ മോശം കളിയായിരുന്നു. വാഷിംഗ്ടൺ സുന്ദറൊക്കെ T20 ടീമിൽ വരുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഒരു സ്കാം ആയിട്ടുള്ള പരിപാടിയാണ്. പുള്ളി വീണ്ടും T20 ടീമിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പകരം സുയാൻ ഷഡ്ജിയാണ് വന്നത്. പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് പകരം പ്രിൻസ് യാദവും ടീമിലോട്ട് വന്നായിരുന്നു. അപ്പൊ ടീമിൽ മൊത്തത്തിൽ മാറ്റി ഈ മത്സരം ഇന്ത്യക്ക് ജയിച്ചേ പറ്റുള്ളൂ. ജയിച്ചില്ലെങ്കിൽ പരമ്പര കയ്യിൽ നിന്ന് പോകും.
സമനില അല്ലെങ്കിൽ ഇപ്പം മഴ മൂലമൊക്കെ മത്സരം വൈറ്റ് വാഷ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാലും പരമ്പര കയ്യിൽ നിന്ന് പോകും. ശ്രേയസ് അയ്യർക്ക് ഒട്ടും എന്താണ് T20 ടീമിലേക്കുള്ള തിരിച്ചുവരവ് ഇത്രയും മോശം ആക്കാനായിട്ട് അദ്ദേഹം ഒരിക്കലും ശ്രമിക്കുന്നത് നല്ല രീതിയിൽ തന്നെ കളിച്ചേ പറ്റുള്ളൂ. അപ്പൊ ആദ്യം തന്നെ അയർലാൻഡിനെ ബാറ്റിങ്ങിന് വിടുന്നു. അയർലാൻഡ് തുടക്കത്തിൽ 2 വിക്കറ്റുകൾ വേഗം എടുക്കുന്നു. വളരെ ഒരു ഡ്രീം സ്റ്റാർട്ട് പോലെ തന്നെ ഇന്ത്യ വളരെ എനർജറ്റിക് ആയിട്ട് പന്തെറിയുന്നു. ഹർഷിത് റാണ പന്തെറിയുന്നു, ഹർഷദീപ് സിംഗ് നല്ല രീതിയിൽ പന്തെറിയുന്നു. അപ്പൊ നല്ലൊരു സ്റ്റാർട്ടിംഗ് ആണ് കിട്ടിയത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് അയർലാൻഡ് പതിയെ കളിയിലോട്ട് തിരിച്ചു വരികയാണ്. പതിയെ ബൗണ്ടറീസും കാര്യങ്ങളൊക്കെ അടിച്ച് സിംഗിളായിട്ട് റൊട്ടേറ്റ് ചെയ്ത് പതിയെ ഒരു സ്കോർ എടുത്താണ്. ഒരുപാട് അപകടം എന്ന് പറഞ്ഞാൽ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കളി കളിക്കുന്നില്ല. ഒരു 150-106 റേഞ്ചിലോട്ട് ടീമിനെ മാനേജുള്ള ഒരു സ്കോറിലോട്ട് എത്തിക്കുക മാത്രം ലക്ഷ്യത്തോടുകൂടിയാണ് അയർലാൻഡ് ബാറ്റ് ചെയ്തത്. അപ്പൊ അയർലാൻഡിന് വേണ്ടിയിട്ട് അവർ വിശ്വസ്തനായ ബാറ്റർ ഹാരി ടെക്ടർ, അതുപോലെ തന്നെ ബെഞ്ചമിൻ കാലിറ്റ്സ്, ഈ രണ്ടുപേരാണ് ഏറ്റവും മികച്ച രീതിയിൽ കളിച്ചത്. അതിൽ തന്നെ ഹാരി ടെക്ടറുടെ ഇന്നിങ്സ് അദ്ദേഹം വളരെ മെച്ചോർഡായിട്ട് വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടാണ് അദ്ദേഹം ഇന്നിങ്സ് മൊത്തം കൊണ്ടുപോയത്. അയർലാൻഡിന്റെ 155 എന്ന് പറയുന്ന ഒരു സേഫ് സ്കോറിലോട്ട് എത്തിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ഇന്നിങ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഇന്ത്യക്ക് വേണ്ടിയിട്ട് തുടക്കത്തിൽ പ്രിൻസ് യാദവ് വളരെ കിടലിനായിട്ട് ബോൾ ചെയ്തു. അതുപോലെ ഹർഷദീപ് സിംഗ്, ഹർഷിത് റാണ എല്ലാവരും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബോൾ ചെയ്തിട്ടുണ്ട്. ശിവം ദൂബയ്ക്ക് ഒരു 4 ഓവർ കൊടുക്കുകയുണ്ടായി ശ്രേയസ് അയ്യർ, 3 ഓവർ കൊടുക്കുകയുണ്ടായി ശ്രേയസ് അയ്യർ. അദ്ദേഹം നല്ല രീതിയിൽ 2 വിക്കറ്റ് ഒക്കെ എടുത്തു. അതുപോലെ തന്നെ ഇന്ത്യൻ ബോളിംഗ് അങ്ങനെ വലിയ തിരക്കേടില്ലായിരുന്നു. അത്യാവശ്യം നല്ല വലിയ ബൗണ്ടറീസ് ആണ്. വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു സ്കോർ ചെയ്യാനായിട്ട്. അയർലാൻഡിന്റെ ബാറ്റിംഗ് ആണ് നമുക്ക് മനസ്സിലാവും. ഇന്ത്യക്ക് ഒരിക്കലും ഒരു വളരെ ഈസി വിൻ ആവും നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. കാരണം അയർലാൻഡിന്റെ ബോളിംഗ് നമ്മൾ ഫസ്റ്റ് കളി കണ്ടതാണ്. പക്ഷെ ഇന്ത്യ ഇത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് പിച്ചിൽ കിടന്ന് ഇങ്ങനെ മെഴുകുമെന്ന് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വേൾഡ് ചാമ്പ്യന്മാരായിട്ടുള്ള ഇന്ത്യൻ ടീമാണ് ബാറ്റ് ചെയ്യാൻ വരുന്നത്. ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് ആണ് നമുക്ക് തോന്നുന്നില്ല. അത്രയും മോശം ബാറ്റിംഗ്, എൻറ്റയർലി മോശം ബാറ്റിംഗ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. ഫസ്റ്റ് അഭിഷേക് ശർമ്മയും സഞ്ജു സാംസൺ ഇറങ്ങുന്നു, ലോകത്തിലെ തന്നെ ഏറ്റവും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള T20 ബാറ്റേഴ്സ്. ഈ 2 ബാറ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ, ഓപ്പണർ ആയതുകൊണ്ട് വൈഭവ് സൂര്യവംശിക്ക് അവസരം കിട്ടാതിരിക്കുന്നത്. ഇവർ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആണ്, ഇവർ ഇത്രയും പ്രൂൺ ആയതുകൊണ്ട് മാത്രം. അതിൽ തന്നെ അഭിഷേക് ശർമ്മയ്ക്കോ കിഷനോ വളരെ ഇഞ്ചുറി ഒക്കെ പറ്റിയാലാണ് വൈഭവ് സൂര്യവംശി കളിക്കാൻ പറ്റുള്ളൂ. കാരണം സഞ്ജുവിന് റൈറ്റ് ഹാൻഡർ എന്നുള്ളതിന്റെ ഒരു അഡ്വാൻറ്റേജ് നിലവിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ ഇന്ത്യ ഈ 155 എന്ന് പറയുന്ന സ്കോർ ചേസ് ചെയ്യാനായിട്ട് ഇറങ്ങുകയാണ്. സഞ്ജു സാംസൺ ഇറങ്ങുന്നു, അഭിഷേക് ശർമ്മ ഇറങ്ങുന്നു. അവിടെ ഒരു ഡെബ്യൂട്ട് ബോളറാണ് അദ്ദേഹം, ആദ്യ മത്സരം കളിക്കുന്ന അയർലാൻഡ് ബോളറാണ് ബോൾ ചെയ്യാനായിട്ട് വരുന്നത്. ജയ് മൂണ്ട്ര എന്നാണ് പേര്. അദ്ദേഹം രാജസ്ഥാനി സ്വദേശിയാണ്. അദ്ദേഹം ഇന്ത്യൻ ബോണാണ്. അദ്ദേഹം അയർലാൻഡിന് വേണ്ടിയാണ് കളിക്കുന്നത്. അങ്ങനെ മൂണ്ട്ര വന്ന് ബോൾ ചെയ്യുന്നു, അഭിഷേക് ശർമ്മ പോകുന്നു, സഞ്ജു സാംസൺ പോകുന്നു, രണ്ടുപേരും ഡക്കായിട്ട് പോകുന്നു. ആദ്യത്തെ ഓവർ കഴിയുമ്പോൾ ഇന്ത്യൻ സ്കോർ ബോർഡിൽ റൺസ് ഒന്നും ഇല്ലെങ്കിലും അതിനേക്കാൾ കൂടുതൽ വിക്കറ്റ്സ് വീണിട്ടുണ്ട്. 2 പേര് ഇതാ പവലിയനിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ പേര് കേട്ട 2 ബാറ്റേഴ്സ് ഇതാ പവലിയനിൽ എത്തിയിട്ടുണ്ട്. സഞ്ജു സാംസൺ ആദ്യത്തെ കളി ഒന്നും ചെയ്തില്ല, രണ്ടാമത്തെ കളി ഒന്നും ചെയ്തില്ല. അപ്പൊ സംപൂജനായിട്ട് അദ്ദേഹം ഡഗ്ഔട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്, വേഗം തന്നെ എത്തിയിട്ടുണ്ട്. പിന്നീട് ഇഷൻ കിഷനും ശ്രേയസ് അയ്യരും അധികം നേരം നിന്ന് ബുദ്ധിമുട്ടിയില്ല. ക്യാപ്റ്റൻസി ഭാരവും ഏറ്റെടുത്ത് പുള്ളി പഞ്ചാബിൽ ചെയ്യുന്ന പോലെ ചേസ് ചെയ്യാനൊന്നും കഷ്ടപ്പെട്ടില്ല. ശ്രേയസ് അയ്യരും വീണ്ടും വേഗം ഔട്ടായി പുള്ളി ഡഗ്ഔട്ടിലോട്ട് തിരിച്ചെത്തി. ഇഷൻ കിഷൻ അവിടെ പിന്നീട് റൺഔട്ട് ആവുന്നു. പിന്നെയുള്ളത് തിലക് വർമ്മയാണ്. തിലക് വർമ്മ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. അദ്ദേഹം നല്ല രീതിക്ക് ഇത്തരം സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എനിക്ക് പേഴ്സണലി ഉറപ്പായിരുന്നു അദ്ദേഹം ചെയ്യുമെന്ന്. അദ്ദേഹം 50 ഒക്കെ അടിച്ചു. പക്ഷെ എന്നാൽ പോലും ആ ഒരു റിക്വേർഡ് റൺ റേറ്റ് ഇങ്ങനെ പരിധിക്കപ്പുറത്തോട്ട് ഇങ്ങനെ കയറിപ്പോയിരുന്നു. കാരണം വളരെ സ്ലോ ഇന്നിങ്സ് ആയിരുന്നു. അപ്പുറത്ത് അക്സർ പട്ടേൽ വന്നു. അക്സർ പട്ടേലിന് കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ 4 ഓവറിൽ 40 മുകളിൽ നിന്നൊരു ഘട്ടത്തിൽ വരുമ്പോൾ ശിവം ദൂബെ ഔട്ടാവുന്നു. അത് കഴിഞ്ഞ് തിലക് വർമ്മ 50 കഴിഞ്ഞ ശേഷം തിലക് വർമ്മ ഔട്ടാവുന്നു. സുയാൻ ഷഡ്ജ അദ്ദേഹം നല്ല രീതിയിൽ അവസരമായിരുന്നു. അദ്ദേഹം ജയിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അദ്ദേഹം ഒരു അലസമായ ഒരു ഷോട്ട് കളിച്ച് അദ്ദേഹം ഔട്ടാവുകയാണ്. അങ്ങനെ അവസാനത്തെ ഓവറിൽ 19 റൺസ് എന്ന് പറഞ്ഞൊരു ഭീകര ടാർഗറ്റും ഹർഷിത് റാണ ക്രീസിലും. ഹർഷിത് റാണ അതിന് മുന്നത്തെ ഓവറിൽ ഒരു 6 4 അടിച്ചായിരുന്നു. അപ്പൊ ഹർഷിത് റാണ ജയിപ്പിക്കുന്ന ഒരു അവസരം വന്നു. ഹെൻറി ടെക്ടർ അദ്ദേഹം തന്നെയായിരുന്നു അവരുടെ ബാറ്റിംഗ് ലീഡ് ചെയ്ത്. അദ്ദേഹം തന്നെയായിരുന്നു 4 ഓവറോളം അയർലൻഡിന് വേണ്ടി എറിഞ്ഞത്. അദ്ദേഹം ഒരു പാർട്ട് ടൈം ബോളറാണ്. അദ്ദേഹമാണ് 4 ഓവർ എറിഞ്ഞത്. അപ്പൊ അദ്ദേഹം അവസാനത്തെ ഓവർ എറിയുന്നു. അദ്ദേഹം ഒരു നോ ബോൾ, ഒരു വൈഡ്, ഒരു ബൈ 4 ഒക്കെ കിട്ടുന്നുണ്ട്. സ്റ്റിൽ ഇന്ത്യക്ക് ജയിക്കാനായിട്ട് സാധിക്കുന്നില്ല. അവസാനം 1 റണ്ണിന് ഇന്ത്യ തോറ്റു പോവാണ്. അവസാനത്തെ ബോളിൽ 8 റൺസ് വേണമായിരുന്നു. ഇന്ത്യ പ്രിൻസ് യാദവ് 6 അടിച്ചു, ഒരു ഫുൾ ടോസിൽ 6 അടിച്ചു. പക്ഷെ 2 റൺ ഷോർട്ട്, 1 റണ്ണിന് ഇന്ത്യ തോറ്റു. അപ്പോ ഈ അയർലൻഡിന് വേണ്ടി ബോൾ ചെയ്ത ആൾക്കാർ, ഈ മൂണ്ട്ര എന്ന് പറയുന്ന പ്ലെയർ ഡെബ്യൂട്ട് ഫസ്റ്റ് കളി ബോൾ ചെയ്യുന്ന പ്ലെയർ ആണ്. അതുപോലെ ഹൊളാഡ് എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഫസ്റ്റ് കളി ചെയ്യുന്ന ബോളറാണ്. ടെക്ടർ പാർട്ട് ടൈം ബോളറാണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു ഇന്ത്യൻ സൈഡിനെ വെച്ച് നോക്കുമ്പോൾ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഇന്ത്യനെ വെച്ച് നോക്കുമ്പോൾ ഒന്നും ഇല്ലാത്തൊരു ടീമാണ് ഇന്ത്യനെ വൈറ്റ് വാഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ കൺഗ്രാറ്റ്സ് ടു അയർലാൻഡ് ടീം, അയർലാൻഡ് ക്രിക്കറ്റ് ടീം. ബ്രില്യൻ ഗെയിം ആയിരുന്നു. ഫീൽഡിങ്ങിലായിക്കോട്ടെ, ബാറ്റിങ്ങിലായിക്കോട്ടെ, ഫീൽഡ് പ്ലേസ്മെന്റ്സിലായിക്കോട്ടെ വളരെ കൃത്യമായിട്ടാണ് അവരിന്ന് ഫീൽഡേഴ്സിനെയൊക്കെ പ്ലേസ് ചെയ്തത്. ബ്രില്യൻ ക്യാപ്റ്റൻസി. അപ്പൊ എല്ലാം കൊണ്ടും അയർലാൻഡ് തൂക്കി എന്ന് തന്നെ പറയാം. വൈഭവ് സൂര്യവംശി ഒരു അവസരം കൂടെ നോക്കാറ് സത്യം പറയാം. അദ്ദേഹത്തിന് ഫ്രണ്ടിലൊക്കെ ഇറക്കി വിട്ട് 2 6 ഒക്കെ അടിച്ച് അദ്ദേഹം പോകുന്നത് ഇത്ര റൺ റേറ്റ് ഇത്രയും കുത്തനെ വരില്ലായിരുന്നു. തിലക് വർമ്മയുടെ പല കളികളും തിലക് വർമ്മ കളിക്കെങ്കിൽ പോലും ഒരുപാട് ബോൾസ്
പുള്ളി എടുക്കുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ട് റൺ റേറ്റ് അപ്പുറം അങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഘട്ടത്തിൽ പുള്ളിക്ക് ആക്സലറേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഓർമ്മയ്ക്ക് ആക്സലറേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വളരെ പിന്നിലായി പോകും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇന്നത്തെ കളി കണ്ടത്. അപ്പോൾ ഇന്ത്യ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു. പക്ഷേ ഇന്ത്യൻ വുമൻസ് ടീം അവിടെ തോറ്റു. അതാണ് ഏറ്റവും വിഷമമുള്ള കാര്യം. ഇന്ത്യ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടത് അങ്ങനെ പേഴ്സണലി അങ്ങനെ ഭയങ്കര വിഷമമുള്ള കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ T20 ക്രിക്കറ്റ് എല്ലാവരും മികച്ച രീതി കളിക്കുന്നുണ്ട്. ഇന്നത്തെ മോഡേൺ T20 ക്രിക്കറ്റ് എല്ലാവരും നല്ല രീതി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് അങ്ങനെ ഒരു സ്പെഷ്യൽ പ്രത്യേകതയൊന്നുമില്ല. ഇന്ത്യക്കും തോക്കാം, ഇന്ത്യയും തോക്കാം. എന്തായാലും ഒരു ബയലാറ്ററൽ സീരീസ് ആണ്. തോറ്റതുകൊണ്ട് അങ്ങനെ വലിയ വിഷമിക്കേണ്ട ആവശ്യമില്ല. തെറ്റുകളൊക്കെ തിരുത്തി അടുത്ത മത്സരം തിരിച്ചു വരട്ടെ. അപ്പോൾ നമ്മൾ വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതൊക്കെ ആയിരിക്കും. അടുത്ത മത്സരങ്ങളൊക്കെ വരട്ടെ. എന്തായാലും ബൈ.